ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാലിക്കറ്റ് ഗോകുലം ഗലേറിയ മാളിലെ ഫുഡ് കോർട്ടിൻ്റെ ഇനാഗുറേഷന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയൊരു അടിപൊളി വ്ളോഗാണിത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, എല്ലാവരും ഫുള്ള് കാണുക. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള കുറച്ച് സാധനം കൊണ്ട് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കുകയാണ്. വലിയ 2 പൊട്ടറ്റോ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ പൊട്ടറ്റോയിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്തത്. പിന്നെ അതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ മല്ലിയിലുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. ഞാൻ പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടെടുക്കുക. പിന്നെ പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് ചാട്ട് മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ അതൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ റവ ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ. അതുപോലെ റവയും പൊട്ടറ്റോയും എന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയൊക്കെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നല്ലൊരു വെജ് സ്നാക്കാണ് കേട്ടോ. അത് മുട്ടയോ ചിക്കനോ ബീഫോ ഒന്നും വേണ്ട. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെയ്യാം മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ കേട്ടോ. കാരണം അപ്പം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ സ്നാക്ക്. ടൊമാറ്റോ സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. പിന്നെ അതുപോലെ ഇപ്പോൾ മോളും ഋഷുവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് തീരും. അപ്പോൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാനെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളെ കുട്ടീസ് കേട്ടോ അവിടെ പഠിക്കണേ. ഉണ്ടപ്പൊരിയൊക്കെ റെഡി കൊറേ ഇതാനും പഠിച്ചാലും കഴിയൂല കഴിയാത്ത മയ്യ. ഞാൻ ഋഷു കൊറേ ഇതാണ്ടായിരുന്നു. അപ്പൊ അത് കാണിച്ചത് ഋഷാണ് ഇതിനും പേരച്ച് വേഗം പോയി മരിച്ചാൽ അതെന്നോട് ഞാൻ പറക്ക് നടക്കുക വേഗം പോയിക്കളാ അനക്ക് ഇനി ഇതെന്നോട് നടക്കുക. അങ്ങനെയല്ലടാ, എല്ലാരും കൊറേ ഇതിൽ തന്നെയാണ് വളരുന്നത്. നിങ്ങളിവിടെ ഇരുന്നേ ഇരിക്കൂടെ, ഞാനും പപ്പിയും പോയാലോ? ബുക്ക് മാറ്റി വെച്ചിട്ട് തിന്നു പോണു. കഴിഞ്ഞൊന്നിട്ട് ഇതിൽ കഴിഞ്ഞോ? തന്നെ ചെറിയ കുട്ടിയല്ലേ അല്ലേ? ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ ഇതുപോലൊരു മാളിൽ ഫുഡ് കോർട്ടിൻ്റെ ഇനാഗുറേഷനൊക്കെ പങ്കെടുക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെന്നാക്കല്ലേ. ഗോകുലം ഗലേറിയ മാളിലെ മാർക്കറ്റിംഗ് മാനേജറായിട്ടുള്ള നേബലാണ് കേട്ടോ നമ്മളങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും അതുപോലെ വാട്സപ്പ് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഈ പ്രോഗ്രാമിൽ സലൂ കിച്ചണിലെ സെമീറത്ത് ഉണ്ടായിരുന്നു. അതുപോലെ നാപ്സ് വിഷനിലെ നെബുലൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. സെമീറത്താനെ ഫാമിലി ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. സെമീറത്ത് നല്ല കമ്പനിയാണ്. അതുപോലെ നെബുലൂട്ടി ഞാൻ കോഴിക്കോട് ഒരു ഫംഗ്ഷനിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. നെബുലൂട്ടി അതുപോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ. പിന്നെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആർസൽ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റിസർച്ച് സെൻ്ററാണ്. ഇതൊരു അഡ്വാൻസ്ഡ് മെഡിക്കൽ ലാബോറട്ടറിയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി.
പിന്നെ അതിന് ശേഷമാണ് ഫുഡ് കോർട്ടിൻ്റെ ഇനാഗുറേഷനൊക്കെ നടത്തിയത്. RJ മനു ആയിരുന്നു കേട്ടോ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വ്ളോഗേഴ്സും RJ മനു ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓഡിയൻസുമായിട്ട് നമ്മൾ വ്ളോഗിങ്ങിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് പ്രയാഗമാരൻ ഫുഡ് കോർട്ട് ഇനാഗുറേറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ ഇനാഗുറേഷനിൽ പങ്കെടുക്കാൻ. നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുമായിട്ട് ഫോട്ടോസ് എടുക്കാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടി. പിന്നെ പ്രയാഗമാർട്ടിനായിട്ട് കുറച്ച് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രയാഗമാർട്ടിൻ എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമുക്ക് അവരെ ചെന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മളൊന്നും അങ്ങോട്ട് സംസാരിക്കേണ്ടി ചോദിക്കേണ്ടി വന്നില്ല, അവരെന്നെ ഇങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു. അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഈ ഗോകുലം ഗലേറിയ മാളിലെ ഈ ഫുഡ് കോർട്ട് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് വന്നിട്ട് ഇവിടെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് അവരിവിടെ ഈ ഫുഡ് കോർട്ടൊക്കെ നടത്തുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വരും കേട്ടോ. അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നല്ല സൗകര്യമാണ് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള ഫുഡ് കോർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ഇവിടെ നിന്നൊന്ന് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല വെറൈറ്റി ഫലൂദ കിട്ടുന്നൊരു ഫലൂദ നാഷൻ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരുപാട് വെറൈറ്റി ഫലൂദൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. സിസ്ലിംഗ് ഫലൂദ അത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഞങ്ങൾ വ്ളോഗേഴ്സൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നെബലൂട്ടി അതുപോലെ സമീറത്തായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. അതൊരു സന്തോഷമായിരുന്നു. അപ്പം നല്ല നല്ല ഫുഡുകൾ വെറൈറ്റി ഫുഡുകളൊക്കെ പരീക്ഷിക്കാൻ പറ്റിയവർക്ക് ഫാമിലി ആയിട്ട് നല്ല, അതായത് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് വന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഫുഡ് കോർട്ട്. അപ്പോൾ ഇനിയും ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ഒരുപാട് ഷോപ്പൊക്കെ ഇനിയും വരും. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഞങ്ങൾ വെജി ഭവൻ എന്നുള്ളൊരു ഷോപ്പത്തെ ഒരു വെറൈറ്റി ദോശയാണ് കേട്ടോ. അത് സാധാരണ ദോശ പോലെയല്ല, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അതുപോലെ വെറൈറ്റി മസാലകളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് തിരിച്ചിട്ടു. അപ്പോൾ ലൈഫിൽ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു അടിപൊളി വ്ളോഗായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്